ഡമനെ, നീ എന്താടാ സോഫയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത്? നിന്റെ ആദ്യ രാത്രി ഇന്നലെ ഈ സോഫയിലായിരുന്നോ? ആദ്യ രാത്രി മണ്ണാൻ കേട്ട. ചിറ്റപ്പനൊന്ന് മാറിയേ. അവിടെ കൃഷിയിടത്തിൽ പന്നി ഇറങ്ങി ചീര കംപ്ലീറ്റ് പോയി. അപ്പോഴാ നടക്കാത്ത ആദ്യ രാത്രിയെ കുറിച്ച് കിന്നാരം പറച്ചില്. നിക്കടാ മോനെ. പന്നി ഏതായാലും വന്നത് വന്നു, തിന്നത് തിന്നു. നീ ഏതായാലും ഞാൻ ചോദിച്ചതിന് സമാനം പറഞ്ഞു. എന്ത് സമാധാനം? ഇന്നലെ ആദ്യ രാത്രി ആഘോഷിക്കാൻ ഞാനും പിള്ളേരും കൂടെ നിന്റെ ബെഡ്റൂമിൽ കുറച്ച് സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതല്ലേ? നീ എങ്ങനെ നേരം വെളുത്തപ്പോ ഇവിടെ ഈ സോഫയിലെത്തി? അത് പറ. അത് പിന്നെ ചിറ്റപ്പ, നീ ഇന്ന് താളം ചവിട്ടാ കാര്യം പറ. സത്യം സത്യമായിട്ട് വേണം പറയാൻ. എന്താണ് ബ്രോഡാഡിയും ബ്രോയിലർ ബേബിയും തമ്മിൽ രാവിലെ ഒരു കിന്നാരം? ഇനി നീ വല്ല സാഹസവും കാണിക്കാൻ ശ്രമിച്ചിട്ട് അവള് നിന്നെ ചെവിക്ക് പിടിച്ച് പുറത്താക്കിയാടാ. എന്തുണ്ടെങ്കിലും നീ കൊച്ചച്ഛനടുത്ത് കുഞ്ഞമ്മടുത്ത് പറയടാ. നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം. അയ്യോ, അതൊന്നും അല്ല ചിറ്റപ്പ. പിന്നെ ഇന്നലെ രാത്രിയിൽ കാവ്യ ഇവിടെ വന്ന് കുറെ അഴിഞ്ഞാടിയില്ലേ? അവളുടെ ഒടുക്കത്തെ കീചകവാദ ആട്ടക്കഥ. അത് കണ്ട് അഞ്ജലി റൂമിൽ കയറി വാതിലടച്ചു. കക്ഷിക്കത് വല്ലാണ്ട് ഡിസ്റ്റർബായി കാണും. സത്യം പറഞ്ഞ പിന്നെ ആ റൂം തുറന്ന് അകത്ത് കയറാനും അവളെ ഫേസ് ചെയ്യാനും എനിക്കെന്താ വല്ലാത്ത മടി തോന്നി. കാവ്യയുടെ പെർഫോമൻസിന്റെ ക്ഷീണം മാറും മുമ്പേ ബെഡ്റൂമിൽ അഞ്ജലി വക പെർഫോമൻസ് കൂടി കാണാൻ ത്രാണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഈ സോഫയിൽ ചുരുണ്ടുകൂടി. അത്ര തന്നെ. കൊള്ളാം കൊള്ളാം. എന്നാൽ ഈ കാവ്യ എന്ന് പറഞ്ഞ പെണ്ണിനെ ഈ വീടിന്റെ പൊതു ശല്യായിട്ട് പ്രഖ്യാപിക്കേണ്ട ലക്ഷണം. ഹോ, എന്തൊരു പെണ്ണാ ഗോവിന്ദേട്ടാ അവള്. അവളെ ഇന്നലെ ആ കുറിപ്പിനൊപ്പം ഇവിടുന്ന് പറഞ്ഞു വിടാൻ പെട്ട പാട്. ഹോ, എന്റെ അമ്മോ, ഹോറിബിൾ. നിങ്ങളൊക്കെ എന്തറിഞ്ഞു? ആ പൊതുശല്യത്തിന് ഇവിടെ വിളിച്ചു വരുത്തിയത് ഞാനല്ലേ. എന്തായാലും കാവ്യയുടെ കീചകവധം കൊണ്ട് അങ്ങനെ ഒരു ഉപയോഗം ഉണ്ടായി. അർജുന്റെ അഞ്ജലിയുടെ ആദ്യ രാത്രി സ്വാഹ. ആ പെണ്ണ് വന്ന് വന്ന് സൈക്കോയായി. അവളുടെ തന്താ കുറിപ്പിന് മുഴുപ്രാന്ത്. കറക്റ്റ്. അവളുടെ ഉടപ്പിറന്നവും ചേർക്കനാണെങ്കിൽ പക്കാ ക്രിമിനലും. നല്ല ബെസ്റ്റ് ഫാമിലി എന്ന് തന്നെ പറയാം. എന്നിട്ടും ആ മാരണത്തിന് ഇവന്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കുന്ന നിങ്ങളുടെ ഏട്ടൻ വക്കീലിനെ സമ്മതിക്കണം. ഏതായാലും ആ ബാധ ഒഴിഞ്ഞു പോയല്ലോ ചെറിയമ്മേ. അത് തന്നെ വലിയ കാര്യം. ശരിയാണ്. ഇനിയിപ്പോ ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. എല്ലാം ഒന്ന് നോർമലായി കാണാനും ചിന്തിക്കാനും അഞ്ജലിക്ക് കുറച്ച് സമയവും സാവകാശവും വേണമെന്നുള്ളത് തീർച്ചയാണ്. അത് കഴിഞ്ഞ് നമുക്ക് അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം.